നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 3 ഉദ്യോഗസ്ഥർ. അവർ അത് അവിടെ ഏൽപ്പിച്ച് തിരിച്ചു വരികയും ചെയ്തു. ഓണാഘോഷത്തിന് നടയടച്ച ശേഷമായിരുന്നു ഇവർ പാളിയുമായി ചെന്നൈക്ക് പോയത്. അത് അവിടെ ഏൽപ്പിച്ച് മടങ്ങിയവർ കഴിഞ്ഞ ദിവസം വീണ്ടും ചെന്നൈയിലെത്തി. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി കർശന നിലപാടെടുത്തതോടെയാണിത്. ലക്ഷങ്ങളുടെ വിലയുള്ള സ്വർണം കൈകാര്യം ചെയ്തതിലെ വീഴ്ച ചോദ്യമായി ഉയരുമെന്ന ഭയത്തിലായിരുന്നു ഈ മടക്കം. നിലവിൽ 3 ഉദ്യോഗസ്ഥരും ചെന്നൈയിലുണ്ട്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. ശ്രീകോവിലിന്റെ സമീപത്തെ അറ്റകുറ്റപ്പണികൾക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ആവശ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട പണികൾ സന്നിധാനത്ത് തന്നെ നടത്തണമെന്നും കോടതി അനുമതി വാങ്ങണമെന്നും പ്രത്യേക നിരീക്ഷണ സമിതിയെ നിയോഗിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം അവഗണിച്ചാണ് കൊണ്ടുപോയത്. അത് അവിടെ ഏൽപ്പിച്ച് തിരിച്ചു വന്ന ഉദ്യോഗസ്ഥ നടപടി അതിലും വലിയ വീഴ്ചയാണ്. ദ്വാരപാലക ശില്പത്തിൽ പൂശിയിട്ടുള്ളത് വെറും 16 ഗ്രാമാണെന്ന പ്രസ്താവനയും ദേവസ്വം പ്രസിഡന്റ് നടത്തി കഴിഞ്ഞു. അതും ഏറെ ദുരൂഹമായി മാറുന്നു. ഇത്രയും വലിയ ശില്പം പൂശാൻ 2 പവനിൽ താഴെ സ്വർണം മതിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് 2 പവൻ മൂല്യമുള്ള പാളിയുമായി 3 പേർ ചെന്നൈയിലേക്ക് പോയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്ത്രിയുടെയും തിരുവാഭരണ കമ്മീഷണറുടെയും അനുമതിയോടെയാണ് പാളികൾ ഇളക്കിയതെന്നും വിശദീകരിച്ചിരുന്നു. സ്വർണത്തിന് മങ്ങലും കുത്തുകളും കാലിന്റെ ഭാഗത്ത് പൊട്ടലും ഉള്ളതിനാലാണ് ഓണക്കാല പൂജയ്ക്ക് ശേഷം ഇത് ചെന്നൈയിലെ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുപോയത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന നിരീക്ഷണ സമിതി ഇതിനൊപ്പമുണ്ടെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു. എന്നാൽ കൊണ്ടുപോയവരെല്ലാം മടങ്ങി വന്നിരുന്നു എന്നതാണ് വസ്തുത. അടുത്ത മണ്ഡലകാലത്തിന് മുൻപായി പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. താൻ അറിഞ്ഞതുകൊണ്ടല്ല എന്നുള്ളത് ദേവസ്വം കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും വ്യക്തമാക്കിയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. നാണയത്തൊട്ടുകൾ കൊണ്ട് സ്വർണ്ണപ്പാളികൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 2 തന്ത്രിമാരും രേഖാമൂലം അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ബോർഡ് തീരുമാനമെടുത്തു. തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയെത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസ് വിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു എല്ലാ നടപടികളും. ഈ അറ്റകുറ്റപ്പണി രാസപ്രക്രിയയാണ്. അതിനാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ തിരിച്ചു കൊണ്ടുവരൽ അസാധ്യമായ കാര്യമാണ്. ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പുനഃപരിശോധന ഹർജി നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് കൊണ്ടുപോയവർ മടങ്ങിയെത്തിയെന്നും വ്യക്തമാകുന്നത്. അതേസമയം വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വ്യാപകമായ വ്യാജപ്രചരണമാണ് നടക്കുന്നതെന്നും PS പ്രശാന്ത് ആരോപിച്ചിരുന്നു. ഞങ്ങൾ എന്തോ അപരാധം ചെയ്തെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ചന്ദ്രഗ്രഹണത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്നിവരെ പ്രചാരണമുണ്ടായി. ദ്വാരപാലകരെ കൊണ്ടുപോയെന്ന് ചിലർ പ്രചരിപ്പിച്ചു. 360 പവൻ എന്നാൽ ശ്രീകോവിലും വാതിൽ ഉൾപ്പെടെയാണ്. ഇത് വെറും 16 ഗ്രാമിന്റെ കാര്യമാണ്. അതൊരു ഭക്തൻ സമർപ്പിച്ചതാണ്. ഇത് തികച്ചും ഒരു സാങ്കേതിക പ്രശ്നമാണ്. നാണയം എറിയുമ്പോൾ അതുകൊണ്ട് പാളിക്ക് കേടുപാടുണ്ടായി. അത് സംഭവിക്കാൻ പാടില്ല. 2 തന്ത്രിമാരുടെയും കത്തുകളുണ്ട്. വീഡിയോയും ചിത്രീകരിച്ചിരുന്നു. സമർപ്പിച്ചയാളുടെ സാന്നിധ്യത്തിൽ തിരികെ സ്ഥാപിക്കുന്നതുവരെ ഇതെല്ലാം സുതാര്യമായ നടപടിയാണ്. പക്ഷേ ഞങ്ങൾ എന്തോ അപരാധം ചെയ്തെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ മാത്രമേ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളൂ. ഇത് സാങ്കേതിക പ്രശ്നമാണ്. എന്നാൽ കള്ളന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടുകയാണ്. കോടതി ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചത്. ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായ അറ്റകുറ്റപ്പണികൾക്കായി അയച്ച സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതിൽ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനും ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ എന്നിവരോടായിരുന്നു നിർദ്ദേശം. അറ്റകുറ്റപ്പണിക്കായി അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന്റെ ഫയലുകളെല്ലാം വെള്ളിയാഴ്ച ഹാജരാക്കണമെന്നും ജസ്റ്റിസ് V രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഫയൽ ചെയ്ത റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതി സ്വമേധയാ ഇടപെട്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അനുമതി തേടണമെന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്.